എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അലീന ബബിതയുടെ റൂമിലോട്ട് ചെന്നിട്ട് ബബിതയോട് ചോദിക്കും, എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു, ഞാൻ അകത്തോട്ട് വന്നോട്ടെ എന്ന്. അന്നേരം ബബിത പറയും, ഞാൻ വരണ്ട എന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും തള്ളിക്കയറി വന്നിട്ടല്ലേ പോവുള്ളൂ, അതുകൊണ്ട് പോരെ എന്ന് പറയുവാണ്. ഏതായാലും അലീന അകത്തോട്ട് കയറി ചെല്ലുന്നു. എന്നിട്ട് ബബിതയോട് പറയുവാണ്, ഞാൻ വന്നത് നിൻ്റെ കോളേജിൽ പോകുന്നതിനെ പറ്റി സംസാരിക്കാനാണ് എന്ന്. അന്നേരം ബബിത പറയുന്നുണ്ട്, അതിനെപ്പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അച്ഛനോട് പറഞ്ഞതാണ്, ഞാൻ പോകുന്നില്ല എന്നും പറഞ്ഞതാണ്. അതിനി പ്രത്യേകം ഒരു മറുപടിയായിട്ട് ഇവിടെയും തരണോ എന്ന് ചോദിക്കുമ്പം ആകെ ഒരു വിഷമാവുന്നുണ്ട് അലീനയ്ക്ക്. അലീന ഇങ്ങനെ കുറച്ച് നേരം നോക്കി എന്നിട്ടങ്ങ് പോകാൻ തുടങ്ങുക. പക്ഷേ മനസ്സ് അനുവദിക്കുന്നില്ല. വീണ്ടും തിരിച്ചു വരും അലീന. എന്നിട്ട് പറയുന്നുണ്ട്, ബബിതേ, ഞാൻ ഉൾപ്പെടെ സ്നേഹസദനത്തിൽ ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു, പഠിക്കാൻ കഴിവുണ്ടായിട്ടും അതിന് അവസരമില്ലാത്തവർ. ഞങ്ങൾക്കൊക്കെ ഒരു പുസ്തകമേ ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് താഴെയുള്ളവർ ഞാൻ പഠിച്ച് അടുത്ത ക്ലാസ്സിലേക്ക് എത്തുമ്പം എൻ്റെ പുസ്തകം വെച്ചായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരൊറ്റ പുസ്തകം ഉള്ളതുകൊണ്ട് തന്നെ പഠിച്ച് ജയിച്ചേ പറ്റുള്ളൂ, അല്ലെങ്കിൽ അവിടെ വെച്ച് പഠിത്തം നിർത്തേണ്ടി വരുമായിരുന്നു. എൻ്റെ രേവതി കുട്ടിക്കും പഠിക്കാൻ ഒരുപാട് കഴിവുണ്ടായിരുന്നു, എന്നിട്ടും അതിന് അവസരമില്ലാതെ പഠിത്തം നിന്നുപോയതാണ്. പിന്നെയും പഠിക്കണം എന്നുള്ള ആഗ്രഹം അവളുടെ ഉള്ളിൽ അണയാതെ കിടന്നതുകൊണ്ട് അവൾ വീണ്ടും പഠിക്കാൻ പോയി. ഇവിടെ നിങ്ങൾക്ക് അതിനുള്ള എല്ലാ അവസരങ്ങളും ഉണ്ട്. നിങ്ങൾക്ക് തരുന്ന അവകാശമാണ് പഠിക്കാനുള്ള സൗകര്യം എന്ന് പറയുന്നത്. അത് അച്ഛനും മാഡവും ധാരാളം തരുന്നുണ്ട്. ആ അവസരത്തെ പ്രയോജനപ്പെടുത്തുകയാണ് ചെയ്യേണ്ടത്. ഇപ്പം നീ നാണക്കേട് കാരണം ഒരു വർഷം അങ്ങ് പൊയ്ക്കോട്ടെ എന്ന് പറയുന്നു. ആ ഒരു വർഷത്തിന് ഒരുപാട് വാല്യൂ ഉണ്ട്. ഒരു വർഷം കൂടി ഒന്ന് പഠിക്കാൻ സാധിച്ചിരുന്നെങ്കിൽ എന്ന് ഒരുപാട് ആഗ്രഹിച്ച ആളാണ് ഞാൻ. അതിൻ്റെ വില അറിയാവുന്നത് കൊണ്ടാണ് ഞാൻ നിന്നോട് ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് പറഞ്ഞ് കുറേ കാര്യങ്ങളൊക്കെ പറയും. എന്നിട്ട് ഞാൻ ഇത്രയും പറഞ്ഞതേ ഉള്ളൂ, നിൻ്റെ അഭിപ്രായം എന്താണെങ്കിലും അതുപോലെ തന്നെ നടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അലീന ഇങ്ങ് പോരുമ്പം ബബിത പെട്ടെന്ന് ചാടി എന്നേറ്റിട്ട് ഇങ്ങനെ പറയുവാണ്, അതെ, ഞാൻ കോളേജിൽ പൊയ്ക്കോളാമെന്ന്. എന്നിട്ട് ഇങ്ങനെ അത്ഭുതത്തോടെ ബബിതയെ തിരിഞ്ഞു നോക്കി നിൽക്കും അലീന. എന്നിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുന്ന കാണുമ്പോൾ ഞാൻ പൊയ്ക്കോളാം കോളേജിൽ എന്ന് ഒന്നുകൂടെ ബബിത പറയുന്നു. അന്നേരം സത്യമായിട്ടും ഞാനിത് അച്ഛനോട് പറയട്ടെ എന്ന് ചോദിക്കുമ്പം പറഞ്ഞോളാം പറയുന്നു. അത് കഴിഞ്ഞ് അലീന പോകാൻ തുടങ്ങുമ്പം പിന്നെയും ബബിത പറയുവാണ്, അതെ, ഞാൻ ഒറ്റയ്ക്ക് പോകില്ല കേട്ടോ എന്ന്. അന്നേരം അലീന പറയും, വേണ്ട, ഞാൻ അച്ഛനോട് വരാൻ പറയാം, കൂടെ ഞാനും വരാം എന്ന് പറയുന്നു. അങ്ങനെ ബബിത കോളേജിൽ പോകാൻ തീരുമാനിക്കുവാണ്. അലീന നേരെ ബബിതയുടെ റൂമിൽ നിന്ന് വന്നിട്ട് ബാലേന്ദ്രൻ്റെ അടുത്തിട്ട് പോകാൻ തുടങ്ങുമ്പോഴേക്കും ബാലേന്ദ്രൻ പോകാനായിട്ട് റെഡിയായി താഴോട്ട് വരും. അന്നേരം അച്ഛൻ ഇന്ന് എങ്ങോട്ടാണ് പോകുന്നത്, കടയിലേക്കാണോ എന്ന് ചോദിക്കുമ്പം കടയിൽ മാത്രമല്ല, ആദ്യമേ പോയി രോഹിത്തിൻ്റെ വക്കീലിനെ കാണണം, കേസിൻ്റെ ഇപ്പോഴത്തെ സ്ഥിതി എന്താണ് എന്നറിയണം, അത് കഴിഞ്ഞ് ഓഡിറ്ററെ കാണണം, ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ കടയിലേക്ക് പോകുന്നുള്ളൂ എന്ന് പറയുമ്പം, അതെ, ഞാൻ അച്ഛനോടൊരു കാര്യം പറയാൻ വേണ്ടിയാണ് വന്നത് എന്ന് പറയും. അന്നേരം എന്ത് കാര്യമാണെങ്കിലും നീ പറഞ്ഞു എന്ന് പറയുമ്പം എനിക്ക് ബബിതയുടെ കാര്യമാണ് പറയാനുള്ളത് എന്ന് പറയുവാണേ. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, അവളുടെ കാര്യം എന്ത് പറയാനാ, അവൾ കോളേജിൽ പോകുന്ന കാര്യം അവളോട് തീരുമാനിക്കാൻ ഞാൻ പറഞ്ഞു, പറയാവുന്ന രീതിയിലെല്ലാം അവളോട് സംസാരിച്ചു. ഇനി തീരുമാനം എടുക്കേണ്ടത് അവളാണ്. പണ്ട് കാരണവന്മാർ പറയുമായിരുന്നു, ഉന്തി മരം കയറ്റിയിട്ടുണ്ടെങ്കിൽ നെഞ്ചൊരിയും, അല്ലാതെ അതിൽ വലിയ പ്രയോജനമൊന്നും ഉണ്ടാകില്ല എന്ന്. അതുകൊണ്ട് അവളുടെ ഇഷ്ടം പോലെ എന്തെങ്കിലും ചെയ്യട്ടെ, അവൾക്ക് തന്നെ തോന്നട്ടെ എന്ന് പറയുമ്പം അലീന പറയുവാണ്, അവളോട് ഞാൻ സംസാരിച്ചു, അവൾ കോളേജിൽ പൊക്കോളാം എന്ന് സമ്മതിക്കുകയും ചെയ്തു എന്ന്. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, നീ സംസാരിച്ചിട്ട് സഹി ഇട്ടിട്ട് അവൾ സമ്മതിച്ചാണോ കോളേജിൽ പൊയ്ക്കോളാം എന്ന്? അങ്ങനെയാണെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഇനി ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിൻ്റെ തലയിൽ ഇരിക്കുവേ എന്ന് പറയും. അന്നേരം അലീന പറയുന്നുണ്ട്, അങ്ങനെ ഞാൻ അവളോട് നിർബന്ധിച്ചൊന്നുമില്ല, അവളോട് കുറച്ച് കാര്യങ്ങൾ ഞാൻ സംസാരിച്ചു, അത് ശരിയാണ് എന്ന് തോന്നിയത് കൊണ്ടായിരിക്കാം അവൾ കോളേജിൽ പോകാൻ സമ്മതിച്ചത്. ഇനി അവൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ നമ്മളെല്ലാവരും ഇവിടെ ഇല്ല അച്ഛാ, അവളുടെ ഒപ്പം നിന്നാൽ പോരെ എന്ന് ചോദിക്കുവാണ്. അന്നേരം ബാലേന്ദ്രൻ പറയും, നീ പറഞ്ഞതൊക്കെ ശരിയാണ്, പക്ഷേ എനിക്ക് ഇന്ന് കൂടെ വരാൻ പറ്റത്തില്ല, ഓഡിറ്ററെ കാണണം, വക്കീലിനെ കാണണം, രോഹിയുടെ കാര്യമല്ലേ, അത് വേണ്ടെന്ന് വെക്കാൻ പറ്റില്ലല്ലോ എന്ന് പറയുക. അന്നേരം അലീന, എങ്കിൽ ഞാൻ മനുവേട്ടനെ വിളിക്കട്ടെ എന്ന് ചോദിക്കും. അന്നേരം ഒരു ചെറു ചിരിയോടെ ബാലേന്ദ്രൻ പറയുവാണ്, അവനെ വിളിക്കുവാണെങ്കിൽ എന്താ കാര്യം എന്ന് പോലും ചോദിക്കാതെ അവൻ ഇങ്ങോട്ട് ഓടി പുറപ്പെട്ടങ്ങ് എത്തിക്കോളും, കാരണം നീ ആണല്ലോ വിളിക്കുന്നത്, അതുകൊണ്ട് ചായയൊക്കെ ഉണ്ടാക്കി വെച്ചോ, ഉറപ്പായിട്ടും ആവശ്യം വരുമെന്ന് പറയും. അന്നേരം പോ അച്ഛാ, എന്നെ കളിയാക്കണ്ട എന്ന് പറയുമ്പം, സത്യമായിട്ടും അവൻ വന്നില്ലെങ്കിൽ നിനക്ക് കുടിക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞ ഒരു ചിരിയോടെ, എന്നാൽ മനുവിനെ വിളിക്കുക, മനു കൂടെ വന്നാൽ ബബിതയ്ക്ക് ഓക്കെ ആകുമായിരിക്കുമല്ലേ എന്ന് ചോദിക്കും. അന്നേരം കുഴപ്പമൊന്നുമില്ലെന്നേ, അവൾക്ക് പ്രശ്നമൊന്നും ആകുകയില്ല എന്ന് പറയുമ്പോൾ, എങ്കിൽ വിളിക്കുക എന്ന് പറഞ്ഞിട്ട് ബാലേന്ദ്രൻ അങ്ങോട്ട് പോകുന്നു. അലീനയും റെഡിയാകാൻ പോകുന്നു. ഈ സമയം ഇങ്ങ് കൊല്ലപ്പള്ളിയിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുവാണ് ശിവൻ. അന്നേരം ശിവൻ്റെ അടുത്ത് പോയി കമല പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞില്ലേ എങ്ങനെയെങ്കിലും ഹരിമോനെ ഒന്ന് പുറത്തിറക്കണമെന്ന് എന്ന് പറഞ്ഞ് പറഞ്ഞു തുടങ്ങുമ്പോഴത്തേക്കും, എൻ്റെ പൊന്നു കമലെ, ഞാൻ പറഞ്ഞല്ലോ മനുവിനോട് സംസാരിക്കാമെന്ന്, നീ എനിക്ക് ഇത്തിരി സ്വൈര്യം താ എന്ന് പറയുന്നു. അന്തേക്കും തുളിച്ചാടിയും എഴുന്നേറ്റ് പോവേ. ദേഷ്യം വരുന്നുണ്ട് കമലയ്ക്ക്. ഏതായാലും ശിവൻ കയ്യൊക്കെ കഴുകിയിട്ട് ഇത്തിരി വെള്ളമൊക്കെ കുടിച്ചുകൊണ്ടെങ്കിൽ നടന്നു വരുമ്പോഴത്തേക്കും മനു ഇറങ്ങി വരുമ്പോഴത്തേക്കും അച്ഛാ ഗുഡ് മോർണിംഗ് എന്ന് പറയുമ്പോൾ അവനെ നോക്കി ഒന്ന് ചിരിച്ചിട്ട് മോർണിംഗ് എന്ന് മാത്രം പറയുക. അന്നേരം മനു ചോദിക്കും, എന്തിയേ ഗുഡ് എന്തിയേ, അത് കളഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ, അതെവിടെയാണ് പോകുന്നത് എന്ന് നിനക്കറിയാലോ എന്ന് പറഞ്ഞ് അടുക്കളയിലേക്ക് നോക്കുവാണ് ശിവൻ. അപ്പോഴത്തേക്കും അങ്ങോട്ടേക്ക് കമലയും വരുവേ.
അന്നേരം മനുവിനോട് നീ എങ്ങോട്ട് പോകുവാണ് എന്ന് ചോദിക്കുമ്പം മനു പറയുന്നുണ്ട് അലീനെ വിളിച്ചായിരുന്നു, അവിടെ വരെ ഒന്ന് ചെല്ലാവോ എന്ന് ചോദിച്ചു. ബബിതേനെ കോളേജിലാക്കണം എന്ന് പറയുവാണ്, കോളേജിൽ ഡ്രോപ്പ് ചെയ്യണമെന്ന് പറയുവാണ്. അന്നേരം ശിവൻ ചോദിക്കും അവിടെ ബാലേന്ദ്രൻ ഇല്ലേ എന്ന്. അന്നേരം മനു പറയുമ്പോൾ അങ്കിളിന് എന്തോ തിരക്കുണ്ട്, അതുകൊണ്ടാണ് എന്നോട് ചെല്ലാൻ പറഞ്ഞതെന്ന് പറയുമ്പം കമല ദേഷ്യപ്പെട്ട് പറയുവാണ് അവിടെ ഉള്ളവരേക്കാൾ ആവശ്യം ഇവിടെ വേറെ പലർക്കും ഉണ്ട്, അത് നീ മറന്നു പോകരുതെന്ന് പറയുമ്പോൾ ഇവിടെ ആർക്ക് എന്താവശ്യം ഉള്ളത് എന്ന് ചോദിക്കും. അന്നേരം ശിവൻ പറയുക എടാ നീ ഏതായാലും അങ്ങോട്ട് പോകുമല്ലേ, ആ സ്ഥിതിക്ക് ഹരിയുടെ കാര്യം നീ ഒന്ന് അലീനയോട് സംസാരിക്കാവോ എന്ന് ചോദിക്കും. അന്നേരം അലീനയോട് സംസാരിക്കാവോ എന്ന് എനിക്ക് മനസ്സിലായില്ല, ഹരിയുടെ കാര്യത്തിൽ ചെയ്യാൻ പറ്റുന്നതെല്ലാം നമ്മൾ ചെയ്തതല്ലേ, ഇതിക്കുള്ളിൽ ഇനി എന്താ ചെയ്യാനുള്ളത് എന്ന് ചോദിക്കും. അന്നേരം കമല പറയുവാണ് അലീനയോട് നിനക്കൊന്ന് സംസാരിച്ചാൽ എന്താ കുഴപ്പമെന്ന്. അന്നേരം ഞാൻ സംസാരിക്കത്തില്ല, സംസാരിച്ചിട്ടും കാര്യമൊന്നുമില്ല, ബാലേന്ദ്രൻ അങ്കിള് പോലും ഇത് അലീനയോട് ആവശ്യപ്പെട്ടതാണ്. അന്നേരം അവൾ പറഞ്ഞത് അവളുടെ മനസാക്ഷിക്ക് നിരക്കാത്തതൊന്നും അവൾ ചെയ്യില്ല എന്നാണ്, അതുകൊണ്ട് തന്നെ ഞാൻ ഇത് സംസാരിക്കില്ല. അവൾ ആർക്ക് വേണ്ടിയും ഒരാളുടെ അടുത്ത് പോയി റെക്കമെൻഡ് ചെയ്തിട്ടില്ല, അത് എനിക്ക് നന്നായിട്ടറിയാം. ഇനിയിപ്പോൾ അമ്മ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു തരാം, കാരണം അച്ഛനെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യമില്ല, അമ്മയ്ക്ക് അച്ഛന് അത്യാവശ്യം കാര്യങ്ങളൊക്കെ അറിയാം, അമ്മ മനസ്സിലാക്കും എന്ന് എനിക്ക് വലിയ ഉറപ്പൊന്നുമില്ല, എങ്കിലും ഞാൻ പറഞ്ഞു തരാം. രോഹി രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ വേറെ പല കാരണങ്ങളുണ്ട്. അവൻ ആ പെൺകുട്ടിയെ ഒന്ന് തൊടുവോ ഉപദ്രവിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് ആ കുട്ടി കോടതിയിൽ അങ്ങനെ ഒരു മൊഴി കൊടുത്തത്, അല്ലാതെ അലീന പറഞ്ഞ് മാറ്റിയത് കൊണ്ടൊന്നുമല്ല, അത് അമ്മ ആദ്യം മനസ്സിലാക്കുക. പിന്നെ അമ്മയുടെ മോൻ ഹരി ചെയ്തത് വെച്ച് അവന് ശിക്ഷ കുറഞ്ഞു കിട്ടിയാൽ ഭാഗ്യം എന്ന് വിചാരിച്ചാൽ മതി, അത്രയേ ഉള്ളൂ എന്ന് പറയും. അന്നേരം ഇത് കേട്ടോ ശിവേട്ട എന്ന് പറഞ്ഞാൽ കമലയ്ക്ക് ദേഷ്യം വരുവാണേ. അന്നേരം അച്ഛൻ പറ ഞാൻ അലീനയോട് സംസാരിക്കണോ, അച്ഛൻ പറയുന്നതനുസരിച്ച് ഞാൻ ചെയ്യാമെന്ന് പറയുമ്പോൾ എടാ നീ ഒന്ന് സംസാരിച്ച് നോക്ക്, ഇനിയിപ്പോൾ ആ ഒരു വഴി കൂടി നമ്മൾ നോക്കിയില്ല എന്ന് പിന്നീട് ഒരു കുറ്റബോധം തോന്നുന്നുണ്ടല്ലോ, നിൻ്റെ അമ്മയ്ക്ക് സമാധാനമാകും എന്ന് പറയും. അന്നേരം മനു പറയുന്നുണ്ട് അച്ഛൻ പറഞ്ഞതുകൊണ്ട് ഞാൻ സംസാരിക്കാം, ഇത് സംസാരിക്കുമ്പം എൻ്റെ ഉള്ള വില കൂടി അവിടെ നഷ്ടപ്പെട്ടു പോവുകയാണ് എന്ന് പറയുമ്പം കമല പറയുവാണ് നിൻ്റെ കൂടപ്പിറപ്പിന് വേണ്ടിയല്ലേ, നിൻ്റെ വില ഇത്തിരി താന്നാലും ഞങ്ങൾ അങ്ങ് സഹിച്ചോളാം എന്ന്. നല്ല ദേഷ്യം പറഞ്ഞുണ്ട് മനുവിന്. അങ്ങനെ ദേഷ്യപ്പെട്ടാൽ അവിടെ നിന്ന് ഇറങ്ങിപ്പോരുന്നത്. നേരെ നമ്മുടെ നെടുമ്പുരക്കിലേക്ക് എത്തുന്നു. വണ്ടിയിൽ നിന്ന് ഇറങ്ങി വരുന്നേക്കും അലീനയും ഫ്രണ്ടിലോട്ട് ചെല്ലും. എന്നിട്ട് കാപ്പി കുടിച്ചായിരുന്നോ, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചായിരുന്നോ എന്ന് ചോദിക്കും. അന്നേരം കഴിച്ചില്ല എന്ന് പറയുവാണ്. എന്നിട്ട് അതിൻ്റെ കൂടെ ചോദിക്കും നീ കഴിച്ചായിരുന്നോ എന്ന്. അന്നേരം അലീന പറയും ഞാൻ വന്നിട്ട് കഴിച്ചോളാം, അത് പ്രശ്നമില്ല, മനുവേട്ടൻ കഴിക്കുന്നുണ്ടെങ്കിൽ കഴിച്ചോ എന്ന് പറയുമ്പം മനു പറയുവാണ് എങ്കിലും ഒരു കാര്യം ചെയ്യാം, നമുക്ക് ബബിതയെ ഡ്രോപ്പ് ചെയ്തിട്ട് തിരിച്ചു വരുമ്പം അവിടെ ഒരു കടയുണ്ട് അളിയൻസ്, അവിടെ കയറി ഫുഡ് കഴിക്കാം, അവിടെ നല്ല ഇടിയപ്പവും സ്റ്റൂവും ഉണ്ട്, നല്ല ടേസ്റ്റാണ് എന്നൊക്കെ പറയുവാണ്. അന്നേരം അലീന ചോദിക്കും അതിന് ആരാ പൈസ മുടക്കുന്നത് എന്ന്. അന്നേരം എന്തിനാ ഇങ്ങനെ പിശിക്കുന്നത്, പിശിക്കിന് ഒരു കുറവും ഇല്ല അല്ലേ എന്ന് ചോദിക്കുമ്പോൾ അലീന പറയുവാണ് എങ്കിൽ ഞാൻ പിശിക്കുന്നില്ല, മനുവേട്ടൻ പിശിക്കാൻ മതി എന്ന്. അന്നേരം മനു പറയുന്നുണ്ട് ആര് ചിലവാക്കിയാലും ആര് പിശിക്കാലും ആര് സമ്പാദിച്ചാലും അതൊരുപോലെയല്ലേ നമ്മളുടെ ഇടയ്ക്ക് എന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ അകത്ത് എന്തോ ഒരു ദുരൂഹത ഉണ്ടല്ലോ എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ പയ്യെ മനസ്സിലായിക്കോളും എന്ന് മനു പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും ബബിത റെഡിയായി വരുന്നു. ബബിത കാറിലേക്ക് കയറാൻ പോവുകയാണ്. ബാഗ് എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞാൽ അലീന അകത്തേക്ക് പോകുന്നു. ബബിത നേരെ വന്ന് വണ്ടിയുടെ ഫ്രണ്ട് ഡോർ തുറന്നിങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ആലോചിക്കും. എന്നിട്ട് ബാക്കിലിരിക്കുവാണേ. അപ്പോഴത്തേക്കും മനുവും വണ്ടിയിലേക്ക് വന്ന് കയറും. എന്നിട്ട് ചോദിക്കും നീ ഫ്രണ്ടിലിരിക്കാൻ വന്നിട്ട് നേരെ ബാക്കിലോട്ട് പോയതെന്താ എന്ന് ചോദിക്കുക. അന്നേരം ഞാൻ ഇടയ്ക്ക് ഇറങ്ങാനുള്ള ആളല്ലേ, നിങ്ങളല്ലേ ഒരുമിച്ച് കൂടുതൽ ദൂരം സഞ്ചരിക്കാനുള്ളത് എന്ന് പറയുമ്പം അതെന്താ നീ അങ്ങനെ പറഞ്ഞത്, മനസ്സിൽ എന്തെങ്കിലും വെച്ചുകൊണ്ട് പറഞ്ഞതാണോ എന്ന് ചോദിക്കുമ്പോൾ മനസ്സിൽ പലതും വെച്ചുകൊണ്ട് ഞാൻ ചുമ്മാ പറഞ്ഞതാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും അലീനയും വരും കേട്ടോ. അപ്പോൾ അലീന ഫ്രണ്ട് സീറ്റിൽ ബബിത ഇല്ല എന്നറിയുമ്പം എന്നാൽ ഞാനും ബാക്കിലിരിക്കാമെന്ന് പറയുക. അന്നേരം മനു പറയും അതിൻ്റെ ആവശ്യമില്ല, നമ്മൾ രണ്ടുപേരുടെ ഫ്രണ്ടിലിരുന്നു എന്ന് ബബിത പറഞ്ഞു, അവൾ നമുക്ക് അനുവാദം തന്നു എന്ന് പറയുമ്പോൾ അങ്ങനെ പറഞ്ഞോ എന്ന് ചോദിക്കുകയാണ് അലീന. അധികം ബബിത എൻ്റെ മനുവേട്ട വണ്ടി എടുക്കുക, താമസിക്കുന്നു, ലേറ്റ് ആവുന്നു എന്ന് പറയുന്നു. വേറെ നിവൃത്തിയില്ലല്ലോ, ഏതായാലും ഫ്രണ്ടിൽ കയറിയിരിക്കുവാണ്. അത് കഴിഞ്ഞ് പോന്ന് കഴിയുമ്പം ബബിത ഇങ്ങനെ ആലോചിച്ചിരിക്കുക. അന്നേരം മനു ചോദിക്കുന്നുണ്ട് നിനക്ക് ടെൻഷൻ ഉണ്ടോ ഓടി എന്ന്. അന്നേരം അതൊന്നും ആദ്യം കേൾക്കില്ല, രണ്ടാമത് ഒന്നുകൂടി ചോദിക്കുമ്പോഴാണ് അതൊക്കെ ഒന്ന് കേൾക്കുന്നത്. വേറെ എവിടെയോ ആണ്, നല്ല ടെൻഷനുണ്ട് ബബിതയ്ക്ക്. അന്നേരം ടെൻഷനുണ്ട്, എനിക്ക് ചെറിയ പേടിയുണ്ട് എന്നൊക്കെ പറയുന്നു. അന്നേരം മനു പറയുന്നുണ്ട് ചിലപ്പം കളിയാക്കും, ചിലപ്പം അവർ എന്തെങ്കിലും അടുത്ത് വന്ന് സംസാരിക്കും, അതൊക്കെ ഒരു ചെറു പുഞ്ചിരിയോടെ കേട്ടില്ലെന്ന് നടിക്കുക. അങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ 1-2 ദിവസം കൊണ്ട് ആ സംഭവം അങ്ങ് അവിടെ നിന്നോളൂ എന്ന് പറയുക. അന്നേരം ബബിത പറയുന്നുണ്ട് പറയാൻ എളുപ്പം, അനുഭവിക്കുമ്പോഴല്ലേ ബുദ്ധിമുട്ട് എന്ന്. അന്നേരം മനു പറയുന്നുണ്ട് ഇതൊക്കെ നേരത്തെ എക്സ്പീരിയൻസ് ചെയ്ത ആളാണ് ഞാൻ, അതുകൊണ്ടാണ് പറഞ്ഞത് എന്ന്. അന്നേരം അലീന ചോദിക്കും മനുവേട്ടനും അങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ, എന്നിട്ട് എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ എന്നിങ്ങനെ ഒരു പരിഭവം പോലെ
പോലെ പറയുമ്പം മനു ചോദിക്കും, അതിന് എൻ്റെ പരാതികളും എൻ്റെ ബുദ്ധിമുട്ടുകളും കേൾക്കാൻ ഭവതിക്ക് എപ്പോഴാണ് സമയം കിട്ടിയിട്ടുള്ളത്? ഇല്ലല്ലോ, അതുകൊണ്ട് അത് ആ വഴിക്കങ്ങ് പോകട്ടെ എന്ന് പറയുവാണ്. ഏതായാലും ഭവതിക്ക് കുറച്ച് ധൈര്യമൊക്കെ കൊടുത്ത് അവർ നേരെ കോളേജിലേക്ക് എത്തുന്നു. കോളേജിൽ ചെന്ന് അവർ മനുവും അലീനയെ ഇറങ്ങിയതിന് ശേഷമാണ് ഭവതി ഇറങ്ങുന്നത്. ഭവതിക്ക് നല്ല ടെൻഷനുണ്ട്. ഇറങ്ങി ഇങ്ങനെ പുറത്ത് നിൽക്കുമ്പം അലീന വന്നിങ്ങനെ കൈ പിടിക്കും. എന്നിട്ട് പറയുന്നുണ്ട്, മോളെ നീ ഒന്നും കൊണ്ടും പേടിക്കണ്ട, ചിലപ്പം കളിയാക്കും, അവർ എന്തെങ്കിലുമൊക്കെ വന്ന് പറയും, അതൊന്നും കേട്ടില്ല എന്ന് നടിച്ചേക്കണം. ഒരു ചെവിക്കിടെ കേട്ട് മറ്റൊരു ചെവിക്കിടെ കളഞ്ഞേക്കണം. ഒരു ചെറു പുഞ്ചിരിയോടെ ഇതിനെല്ലാം നേരിട്ടോണം. കൃഷ്ണമോൾ പറഞ്ഞതൊക്കെ ഓർക്കുന്നില്ലേ എന്നൊക്കെ പറയുവാണ്. എന്നിട്ട് അതിൻ്റെ കൂടെ പറയുന്നുണ്ട്, ഇതൊക്കെ നമ്മൾ എന്നാണെങ്കിലും ഫേസ് ചെയ്യേണ്ട കാര്യമാണ്, അത് ഇപ്പോഴേ ചെയ്യുവാണെങ്കിൽ അതൊന്ന് കഴിഞ്ഞു പോയിക്കോളും എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഉപദേശിക്കുമ്പോൾ മനു വന്നിട്ട് പറയുന്നുണ്ട്, മോട്ടിവേഷൻ ഓവറാക്കി ചളവാക്കണ്ട, നമുക്ക് നേരെ പ്രിൻസിപ്പളിൻ്റെ റൂമിൽ പോയി സംസാരിക്കാം. അന്നേരം ഏകദേശം കോളേജിൻ്റെ ഒരു രൂപം, കോളേജിലുള്ള കുട്ടികളുടെ ഏകദേശം ഒരു മൈൻഡ് നമുക്ക് കിട്ടും, അതനുസരിച്ച് നമുക്ക് പെരുമാറാം, അതനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാമെന്നൊക്കെ പറയുന്നു. അങ്ങനെ അലീന ബബിതയുടെ കൈയും പിടിച്ച് അകത്തേക്ക് കയറി പോകുന്ന കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ കഥ അവസാനിക്കുന്നത്. പിന്നെ പ്രൊമോ കാണിക്കുന്നുണ്ട്. പ്രൊമോയിൽ പ്രിൻസിപ്പളിൻ്റെ റൂമിൻ്റെ വാതിക്കൽ നിൽക്കുമ്പം ബബിതയെ കണ്ടിട്ട് ചിരിച്ച് മുഖം പൊത്തിപ്പോകുന്ന കുറേ കുട്ടികളെയൊക്കെ കാണിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് അവിടുന്ന് ഇറങ്ങി വരുമ്പോഴും കുറേ പേര് കളിയാക്കാനൊക്കെ ആയിട്ട് ചെല്ലുന്നുണ്ട് ബബിതയുടെ അടുത്തോട്ട്. അന്നേരം തിരിഞ്ഞു നിന്ന് അലീന നല്ലത് പറയുന്നുണ്ട്. അലീന അവരോട് ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ കുടുംബത്തിലെ ഒരാൾക്ക് എന്തെങ്കിലും ഒരു അബദ്ധം പറ്റിയിട്ടുണ്ടെങ്കിൽ, അവൻ ഏതെങ്കിലും ഒരു കുരുക്കിൽ പോയി ചാടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ മാറി നിന്ന് കളിയാക്കുമോ, അവരെ പരിഹസിക്കുമോ, അങ്ങനെയാണോ ചെയ്യേണ്ടത് എന്നൊക്കെ ചോദിച്ച് അവരോട് തട്ടിക്കേറിയും അവരോട് ദേഷ്യപ്പെടുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഭവതിക്ക് വേണ്ടി. ഏതായാലും അതെല്ലാം കഴിഞ്ഞ് തിരിച്ചു പോരുന്നത് മനുവും അലീനയാണ്. അലീന വണ്ടി കയറി കഴിയുമ്പോൾ മനു പറയുന്നുണ്ട്, എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്ന്. അതെന്താണേലും പറഞ്ഞു എന്ന് പറയുന്നുണ്ട് അലീന, പക്ഷെ അന്നേരം സംസാരിക്കുന്നില്ല. അത് കഴിഞ്ഞ് വീട്ടിൽ വന്ന് ഇതിനെപ്പറ്റി ബാലേന്ദ്രനോട് സംസാരിക്കുമ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, നീ ഈ കാര്യങ്ങളൊന്നും അലീനയോട് സംസാരിക്കാൻ നിൽക്കരുത്, കാരണം അവളുടെ മനസ്സിൽ നിനക്കൊരു സ്ഥാനമുണ്ട്, അത് നീയായിട്ട് ഇല്ലാതാക്കരുതെന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് വൈജയന്തി പോയി കാണുന്നുണ്ട്. അലീനയോട് അടുപ്പത്തിലാണല്ലോ, അലീനയുടെ മുമ്പിൽ സറണ്ടർ ചെയ്തേക്കുവാണല്ലോ മനു, അതുകൊണ്ട് മനുവിനോടും വലിയ ഇഷ്ടമൊന്നുമില്ല വൈജയന്തിക്ക്. അത് കഴിഞ്ഞ് രോഹിത്തിൻ്റെ അടുത്തേക്കും പോകുന്ന മനുവിനെ കാണിക്കുന്നുണ്ട്. ഇതൊക്കെയായിരുന്നു ഇന്നത്തെ കഥ.